എല്ലാവർക്കും ബോറടിക്കുന്ന ഒരു പരിപാടി എനിക്ക്. പറയൂ, അതൊക്കെ കേൾക്കാനാണ് പ്രേക്ഷകർക്കും ഇഷ്ടം. മെഡിറ്റേഷൻ. ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളാണ്. വെരി ഗുഡ്. ഐ ലവ് ഇറ്റ്. പക്ഷെ അത് ആൾക്കാർ വിചാരിക്കും അത് ചുമ്മാ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് മൈറ്റ് ബി എ ബോറിംഗ് പ്രോസസ്. ബട്ട് ഐ തിങ്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ടൈം കൺസ്യൂം ചെയ്യുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്ടിവിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ, കാരണം ഈ ഒരു ബിസിയസ്റ്റ് ലൈഫ്, എല്ലാവരും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ, സ്ട്രെസ്, അത് വർക്ക് റിലേറ്റഡ്, ഫാമിലി, റിലേഷൻഷിപ്പ്, അത് കുട്ടികളുടെ പഠനം, എവറി ഏജിൽ ഇപ്പോൾ അത് തിരിച്ചറിയുന്നുണ്ട്. ഇപ്പം പണ്ടൊക്കെ ഞാൻ ഇംഗ്ലണ്ടിലൊക്കെ ജോലി ചെയ്യുമ്പം അവിടെ സ്ട്രെസ് റിലേറ്റഡ് ഇൻലെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ലീവൊക്കെ എടുക്കും. നമുക്കത് എന്താണെന്ന് പോലും അറിയില്ല അന്ന് സ്ട്രെസ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും അത് പറഞ്ഞതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ നമുക്ക് കേൾക്കുന്നത് ഈ മെഡിറ്റേഷൻസ് ഇങ്ങനെയുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഏറ്റവും വലിയ ഹോബിയായിട്ട് ഒരാൾ മാറ്റി എന്ന് പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. മറ്റേത് അവരുടെ പാർട്ട് ഓഫ് ലൈഫിൽ ഹോബി വേറെ, ഇത് വേറെയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെ അതിനൊരു അഡ്വൈസ് ഈ ബിസി ആയിട്ടുള്ള ലൈഫിൽ ഇതൊക്കെ വളരെ ആ ചിരി കാണുമ്പോൾ തന്നെ അറിയാം നിങ്ങളൊക്കെ ഇത് ഇന്ന് മെഡിറ്റേഷൻ ചെയ്തിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആൻഡ് ഹൗ യു ഫോളോ നിങ്ങളുടെ ഒരു ബിസി ഷെഡ്യൂളിൽ അതിനെങ്ങനെ സമയം കണ്ടെത്തുന്നു, അത് എങ്ങനെ ചെയ്യണമെന്നൊരു സിമ്പിൾ നമ്മുടെ പ്രേക്ഷകരോട് സിമ്പിൾ ടേംസിൽ പറയാം. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ലൈക്ക് മെഡിറ്റേഷനിൽ ഞാൻ കൂടുതലും എനിക്ക് പറയാൻ അധികം ആധികാരികമായിട്ട് അറിവില്ല. ബട്ട് സ്റ്റിൽ കുറേ ലൈക്ക് പീപ്പിൾ ഹൂ ടീച്ച് മെഡിറ്റേഷൻ, അവരിൽ നിന്നൊക്കെ കുറേ ഉപദേശങ്ങളും കാര്യങ്ങളും കേട്ട് അത് ഞാൻ ഷെയർ ചെയ്യാം. സോ വാട്ട് ഐ പേഴ്സണലി ഫെൽറ്റ് ഇസ്, നമ്മളെപ്പോഴും എല്ലാവരും വി ആർ ബിസി ഇൻ അവർ ഓൺ ലൈഫ്, എല്ലാ കാര്യത്തിലും ഓടിക്കൊണ്ടേയിരിക്കുക. സോ വി ഡോണ്ട് ഗിവ് ടൈം ടു തിങ്ക്. സോ കുറച്ച് നേരം നമ്മൾ നമ്മളുടെ ചിന്തകളെല്ലാം മാറ്റിവെച്ച് മേക്കിംഗ് യുവർ മൈൻഡ് ബ്ലാങ്ക്, അതായത് നിശ്ചലമാക്കി വെക്കുക. അല്ലെങ്കിൽ അതിന് മലയാളം വാക്ക് എനിക്കറിയില്ല കറക്റ്റ്. അതായത് ഒന്നുമില്ലായ്മ, ശൂന്യതയിലേക്ക് പോവാന്ന് പറയും. പറയുന്നെങ്കിലും ഇതൊക്കെ നമുക്ക് ആഗ്രഹമുള്ളത്, കാരണം അത് വളരെ ഒരു പ്രാക്ടീസ് ചെയ്ത് നേടിയെടുക്കുന്ന ഒരു അനുഭൂതി എന്നാണ് ഞാനും അറിഞ്ഞിട്ടുള്ളത്. എനിക്കത് പറ്റുന്നില്ല, കാരണം നമ്മളൊക്കെ ഞാൻ അറിയാം ഒത്തിരി ബിസി ആയിട്ടൊക്കെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഇത് അത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബ്രെയിനെ ഒന്ന് നിശബ്ദമാക്കി അതിനെ ഒന്ന് ബ്രേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. കുറച്ചൊരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റ് കൊടുത്താൽ തന്നെയുള്ള റിസൾട്ട് ഇല്ലേ, ആ ഒരു 10 മിനിറ്റ്. പക്ഷെ അത് എങ്ങനെ നേടിയെടുക്കുക എന്നുള്ളത് അത് കുറേ പ്രാക്ടീസ്. 2012 ആദ്യമായിട്ട് മെഡിറ്റേഷൻ തുടങ്ങിയത്. ഓക്കെ, 2012 മുതൽ. അപ്പോൾ ഐ തിങ്ക് എനിക്ക് ആ ഒരു കാംനെസ്സിലേക്ക് പെട്ടെന്ന് വരാൻ പറ്റും. പക്ഷെ അത് വരുന്നതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ചിന്തിക്കുന്ന കാര്യങ്ങളും അടുത്ത് എന്ത് ചെയ്യണം എന്നുള്ള ഒരു മെസ്സി, നമ്മളെല്ലാവരും രാവിലെ എണീറ്റ് വൈകുന്നേരം വരെയുള്ള ഒരു ചാർട്ടഡ് പ്രോഗ്രാംഡ് ജീവികളാണ്. അതിനിടയ്ക്ക് ഇഫ് വി ഗിവ് അവർ സെൽഫ് ടൈം, നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ അടുത്തൊരു സ്റ്റെപ്പ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കുന്ന വേണ്ടിയിട്ടാണ് പറയാണ്ടിരുന്നത്. അപ്പോൾ നല്ലൊരു സബ്ജക്റ്റ് ആയതുകൊണ്ട് ഫുള്ള് തീരട്ടെ എന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക്, ഉലുവ, ചുമന്ന മുളകിട്ടു, അന്ന് വറുത്തിട്ട് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചോപ്പ് ചെയ്ത് ഇഞ്ചി, അതിനുശേഷം പച്ചമുളക് കൂടി ഇട്ടൊന്ന് വറുത്താണ്. ഇതിനകത്ത് ഇഞ്ചിയുടെ 2 വേർഷനായിട്ട് നമ്മൾ ചെയ്യുക. സാധാരണ പച്ച ഇഞ്ചി ഇട്ടിട്ടും ചെയ്യാം, ഇത് ഇഞ്ചി വറുത്ത് പൊടിച്ചതാണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേക ഫ്ലേവർ. ഇഞ്ചി വട്ടത്തിൽ, ഇത് എല്ലാവർക്കും അറിയാം, ഇഞ്ചി കറിക്കും ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. പുളിയിഞ്ചിക്ക് സാധാരണ പച്ച ഇഞ്ചി ഇടാം. ഇത് രണ്ടിൻ്റെയും കൂടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇഞ്ചി നല്ല ഫൈൻ സ്ലൈസായിട്ട് ചെയ്തിട്ട് ഈവൻലി എണ്ണയിൽ വറുത്തെടുത്തിട്ട് പൊടിച്ച ജിഞ്ചർ പൗഡറാണ്. വേണമെങ്കിൽ സ്മെല്ല് ചെയ്ത് നോക്കി, നല്ല സ്മെല്ലായിരിക്കും ഇഞ്ചിയുടെ. അപ്പോൾ കുറച്ച് ഇഞ്ചിയുടെ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നല്ല തിക്നെസ് ആയിട്ട് വരും. അതിനോടൊപ്പം തന്നെ അതിന് വേണ്ട സ്പൈസസ്, കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മല്ലിപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പൂടൊക്കെ ഇട്ട് കറി ലീവ്സ് ഇതിനകത്തിട്ടുന്നു. അപ്പോൾ ഈ മസാലകളെല്ലാം ഉണ്ടായി കറക്റ്റ് ഇതിനെ ഒന്ന് സോട്ട് ചെയ്യാണ്. ഞാനും ഇൻസ്റ്റാഗ്രാം ഒക്കെ കണ്ട് ഇതുപോലൊക്കെ ശ്രമിക്കും. അവസാനം വേറെ എന്തെങ്കിലും ഡിഷാവും, അവർ പറഞ്ഞ ഡിഷായിരിക്കില്ല. അതൊക്കെ അങ്ങനെയാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രാക്ടീസാണ്. നമ്മൾ ചെയ്ത് ഇതൊരു ആദ്യമായിട്ടൊക്കെ ഇപ്പം മമ്മി ഉണ്ടാക്കുന്ന മീൻകറി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. പക്ഷെ 10 ടൈംസ് ഇനി അടുത്ത തവണ 10 ദിവസം അമ്മയുടെ അടുത്തുണ്ടെങ്കിൽ ആ കറി ഉണ്ടാക്കുന്ന അവരുടെ ആ ഒരു രീതിയും ആ ഒരു മെത്തേഡ് കറക്റ്റ് നിങ്ങൾ മെഡിറ്റേഷൻ 2012 തൊട്ട് ഫോളോ ചെയ്ത് ഇപ്പോൾ ഇതുവരെ എത്തിയെങ്കിൽ ഒരാഴ്ച വിചാരിച്ച ആ മമ്മിയെക്കാട്ടി ബെസ്റ്റ് മീൻകറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിനുള്ള താല്പര്യം കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് കൊടുക്കണം. നമ്മൾ ഈ കുക്കിംഗ് എന്ന് പറയുന്ന ഒരു ലൈഫ് സ്കില്ലാണ്. അപ്പോൾ എപ്പോഴായാലും ചില സമയത്തൊക്കെ നമ്മൾ ഒറ്റപ്പെടും, ചില സമയത്ത് നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. നമുക്ക് ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന സമയമൊക്കെ വരും. അന്നേരം പോയി സ്വിഗ്ഗി, സൊമാറ്റോ ഓർഡർ ചെയ്യേണ്ട വരുന്നതും നല്ലതാണ്. പക്ഷെ ഇത് പാചകത്തിൻ്റെ ഒരു ബേസിക് ആയിട്ട് എല്ലാവരും പഠിച്ചിരിക്കുക എന്നുള്ളത് ഭയങ്കര ഒരു അത്യാവശ്യ കാര്യമാണ്. ഇപ്പോൾ ഇത് ഈ മസാലയൊക്കെ അത്യാവശ്യം ഇതായി. നമ്മൾ ഇനി ഇതിനകത്ത് പുളി